ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിനെ പറ്റിയൊരു വീഡിയോ ആയിട്ടാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാമിൽ ഈ അൺഫോളോ ചെയ്യാതെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ? അപ്പോൾ കുറേ പേര് ഈ മോഡ് ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള ഒരുപാട് വഴികളാണ് നോക്കുന്നത്. പിന്നെ പ്രൊഫൈൽ കയറി നോക്കണം, അതൊക്കെ നമുക്കറിയാം, കുറേ മെനക്കേടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിനൊരു പോം വഴിയുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പം ഇതിനായിട്ടൊരു ഫൈറ്റ് കയറണം, നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ വീഡിയോ കാണിക്കുന്നതാണ്. അപ്പം ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക, കാരണം അവർക്കും ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പം ആദ്യം തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക. ശേഷം പ്രൊഫൈലിൽ വരിക, മണ്ടയ്ക്കൊരു 3 ബാർ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ വരുമ്പോൾ നമ്മുടെ അക്കൗണ്ട് സെൻറ്റർ, അവിടെ നിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ കാണാം യുവർ ഇൻഫോർമേഷൻ ആൻഡ് പെർമിഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ പോവുക. അവിടെ ഏറ്റവും ആദ്യം ഒരു ഓപ്ഷൻ കാണും, എക്സ്പോർട്ട് യുവർ ഇൻഫോർമേഷൻ എന്ന്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇത് കണക്കൊരു പേജൊക്കെ ലോഡായി വരും. അപ്പം ഇവിടെ കാണാം ക്രിയേറ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു നീലക്കകത്ത്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്ര ഇങ്ങനെ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ ചെയ്യണം പറ്റിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ടാണ് ഇത്ര എടുത്ത് പറയുന്നത് കറക്റ്റായിട്ട്. ഓക്കെ, അപ്പം ഇങ്ങനൊരു ഓപ്ഷൻ വരും, അവിടെ എക്സ്പോർട്ട് ടു ഡിവൈസ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു പേജ് ലോഡായി വരുന്നതാണ്. അപ്പോൾ ഇവിടെ നോട്ടിഫൈ എന്ന് പറഞ്ഞാണ്, അവിടെ ജസ്റ്റ് ഒരു ഇമെയിൽ കൊടുക്കുക. അതെന്ന് വെച്ചാൽ നമുക്ക് ഈ സംഭവം ഡൗൺലോഡ് ആയെന്നുള്ള നോട്ടിഫിക്കേഷൻ വരാനായിട്ട്. അതിനുശേഷം താഴെ കസ്റ്റമൈസ് ഇൻഫർമേഷൻ എന്നാണ് അവിടെ വരിക. അപ്പം ഇവിടെ കുറേ ഓപ്ഷൻസ് ടിക്കായിരിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല. മേളിൽ കാണാൻ ഒരു ബട്ടൺ ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക. വീണ്ടും താഴെ നിന്ന് ക്ലിയർ കൊടുക്കുക. അങ്ങനെ എല്ലാം ക്ലിയർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സേവിനകത്തുള്ള ഐറ്റം കാണുകയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേളിലോട്ട് വരിക, അവിടെ ഫോളോവേഴ്സ് ആൻഡ് ഫോളോയിങ് എന്നാണ്, അതിനകത്ത് ടിക്ക് കൊടുക്കുക, എന്നിട്ട് സേവ് കൊടുക്കുക. ശേഷം താഴെ ഡേറ്റ് റേഞ്ച് എന്നാണ്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെയും വന്നിട്ട് ഓൾ ടൈം കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം പണ്ട് അക്കൗണ്ട് എടുത്ത സമയത്ത് ആരിലൊക്കെ ഫോളോ ചെയ്തിട്ട് അവർ നിങ്ങൾക്ക് ഫോളോ ബാക്ക് തരാതിരിക്കുക, അല്ലെങ്കിൽ ആ റിക്വസ്റ്റ് ഇപ്പോഴും കിടക്കുക, അതും വേണമെങ്കിൽ നമുക്ക് ഇതുവഴി ചെയ്യാം. അതിൻ്റെ നമ്മൾ ഈ വീഡിയോ തന്നെ നമുക്ക് അതിന് കാണിക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഫോർമാറ്റാണ്, അവിടെ മാറ്റേണ്ട, മീഡിയ ക്വാളിറ്റി മാറ്റേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇമെയിൽ കൊടുക്കണം. അപ്പം ഇമെയിലും കൊടുത്ത് ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പം ഇവിടെ സ്റ്റാർട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് കണക്കൊന്ന് ലോഡായി വരും. അവിടെ നിന്ന് വെച്ചാൽ നിങ്ങൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പം പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അത്രയും ചെയ്താൽ മതി. അപ്പം നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്ത ഫയലിൻ്റെ അത് അവിടെ ആയിക്കോളും. അപ്പോൾ ഇത് റെഡിയായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇമെയിലിനകത്തൊരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അധിക സമയമൊന്നും എടുക്കത്തില്ല, കൂടിപ്പോയ ഒരു മണിക്കൂർ, അതിനുള്ളിൽ തന്നെ ഇത് ഡൗൺലോഡ് ആവുന്നതാണ്. എന്നാൽ നമ്മൾ 1 മണിക്കൂറൊക്കെ എടുക്കുമെന്ന് പറഞ്ഞാലും അത്രയും സമയമൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇത്രയും ചെയ്ത് കഴിയുമ്പം ഇത് കണക്കായിരിക്കും അത് ഫയൽ വരുന്നത്. അപ്പം നമ്മളിവിടെ ഡൗൺലോഡ് എന്ന് കാണും, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് കണക്ക് നമ്മുടെ ക്രോമിലോട്ട് പോയിട്ട് അവിടെ സംഭവങ്ങൾ ഡൗൺലോഡ് ആവുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു സൈറ്റിൽ കയറണം. അപ്പോൾ ഗൈസ് നമ്മൾ ഇതുപോലൊരു സൈറ്റിൽ കയറണം. അപ്പം സൈറ്റിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം, അവിടെ നിന്ന് കയറിക്കോ. അപ്പോൾ സൈറ്റിൽ വരുമ്പോൾ ഇത് കണക്കായിരിക്കും. അവിടെ നിന്ന് താഴെ വരുമ്പോൾ കാണാം ചൂസ് ഫയൽ എന്ന് അവിടെ കാണാം. അപ്പം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയലിലോട്ട് പോകുന്നതാണ്. അപ്പം ഇത് കണക്ക് വരും. അവിടെ നിന്ന് ജസ്റ്റ് ആ ഫയൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴോട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ ഇവിടെ നമുക്കറിയാൻ പറ്റും നമ്മളെ അക്കൗണ്ട് അൺഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കാണാം. അവരുടെ പ്രൊഫൈലിൻ്റെ പേരും ആ ലിങ്കും കാണിക്കും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് അവർ അൺഫോളോ അടിച്ച് കളയുന്നതാണ്. അപ്പോൾ നമ്മുടെ അൺഫോളോ വരെ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമ്മളെ പഴയ നേരത്തെ അയച്ചിട്ടുള്ള റിക്വസ്റ്റ് എങ്ങനെ മാറ്റാമെന്നുള്ളത് അതിൻ്റെ നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ ഫയൽസിൽ കയറുക, അവിടെ നിന്ന് ഡൗൺലോഡിൽ പോവുക. അപ്പോൾ നമ്മുടെ ആ ഡൗൺലോഡ് ചെയ്ത ഫോൾഡർ തന്നെ ഇവിടെ കാണാം. അപ്പം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്റ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്നതാണ്. അത് ഈ കണക്ഷൻസിൽ പോവുക, ഫോളോവേഴ്സ് ആൻഡ് ഫോളോയിങ് പോവുക. അവിടെ കാണാം പെൻഡിങ് ഫോളോ റിക്വസ്റ്റ് HTML എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്രോം ആയിരിക്കും, നിങ്ങളുടെ ഏതാ വെബ്സൈറ്റ് ബ്രൗസിങ്ങിൻ്റെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് കൊടുക്കുക. അപ്പം ക്രോം ക്ലിക്ക് ചെയ്യുക. അപ്പം ഇത് കണക്ക് ലോഡായി വരുന്നതാണ്. അപ്പം കണ്ടില്ലേ, അപ്പം ഞാൻ 3 പേർക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുള്ള ആ 3 പ്രൊഫൈൽ എടുക്കാം. അപ്പം ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് വന്നിട്ട് ആ പ്രൊഫൈൽ ഏതാണെന്ന് വെച്ചാൽ അതിങ്ങനെ കാണാൻ പറ്റും.
അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആവശ്യമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.